ഹലോ സിൻസ്. ഹലോ ഹലോ സിൻസ് ആണ് പറയുന്നതാ. മേഡം, ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാം ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് അയച്ചു തരുമോ? ഓക്കെ അയച്ചു തരാം. ഓൺലൈൻ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ ഓൺലൈൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാം ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു തന്നോളൂ, നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു. ഇതിപ്പോ ഒരു ഓൺലൈനിലായിട്ടുള്ള എൻക്വയറികൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് വരുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് ഉള്ള കോഴ്സുകളാണ് ചോദിച്ചത്. അഡ്മിഷൻ ആയിട്ടുണ്ട് ഇപ്പൊ. ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട് അല്ലേ? അധികം വർക്ക് ചെയ്യുന്നവര് അതുപോലെ വേറെ കോഴ്സ് ചെയ്യുന്ന കുട്ടികളൊക്കെ ധാരാളം ഓൺലൈൻ കോഴ്സുകൾ, അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ഡിഗ്രി കോഴ്സുകളുടെയൊക്കെ എൻക്വയറീസ് ധാരാളം വരുന്നുണ്ട്. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല പോസിബിലിറ്റീസ് ധാരാളം വരുന്നുണ്ട്. നമുക്കിപ്പോ ഒരുപാട് കോഴ്സുകൾ വരുന്നതോ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എൻക്വയറി ആയിട്ടാണ്. നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് കോഴ്സ് ചെയ്യുന്ന അതേ ഒരു എഫക്റ്റില് ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഓൺലൈനായിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് MS യൂണിവേഴ്സിറ്റി. അതെ അതെ, മനോന്മണിയ സുന്ദർനാർ യൂണിവേഴ്സിറ്റി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു യൂണിവേഴ്സിറ്റി ആണുള്ളത്. അതിനാണ് അപ്രൂവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ അപ്രൂവൽസും വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതെ, UGCന്റെ NIRF എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അപ്രൂവൽസ് വരുന്നുണ്ട്. മാത്രമല്ല നാക്കിന്റെ അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാവുന്ന ഒരു കാര്യമാണത്. നമുക്ക് MS യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിഗ്രിയിലാണെങ്കിൽ BA ഇംഗ്ലീഷ്, BBA, BCom കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ PG കോഴ്സുകൾ, MA, MCom, MBA കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. MA ആണെങ്കിൽ തന്നെ നമുക്ക് ജേർണലിസം കോഴ്സ് വരുന്നുണ്ട്. MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്ക് ഓൺലൈനായിട്ട് ജേർണലിസം കോഴ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് അതില് JMC പോലുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഓൺലൈനിൽ നമുക്ക് MS യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല നമുക്ക് MS യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു കുട്ടി എങ്ങനെയാണോ ക്ലാസ്സിന് പോയിട്ട് പഠിക്കുന്നത് ആ ക്ലാസ് റൂമിന്റെ ഒരു അതേ ഫീലിങ്സിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇത് നമുക്ക് MS യൂണിവേഴ്സിറ്റി. ഇത് നമുക്ക് റെഗുലർ പോകുന്ന ഒരു കുട്ടിക്ക് ക്ലാസുകൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ബേസിക്കലി അവർക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ MS യൂണിവേഴ്സിറ്റി. അപ്പൊ MS യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഇൻഡിവിജ്വലി ഒരു സ്റ്റുഡന്റ് പോർട്ടൽ അവൈലബിൾ ആണല്ലോ. അപ്പൊ സ്റ്റുഡന്റ് പോർട്ടലില് അവർക്ക് ആ ഓരോ സെമ്മിൽ പഠിക്കേണ്ട എല്ലാ പേപ്പേഴ്സും അവരതിന്റെ സബ്ജക്റ്റിന്റേതായ ബുക്സ്, പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സസ്, അപ്പൊ സ്റ്റുഡൻസിന് എന്താ വെച്ചാൽ അവർക്ക് ഫ്രീ ഉള്ള ടൈമിൽ വീഡിയോസ് കാണാം, റിപ്പീറ്റഡ്ലി കാണാം. റെക്കോർഡഡ് ആയതുകൊണ്ട് റിപ്പീറ്റഡ്ലി കണ്ട് അത് കേട്ട് മനസ്സിലാക്കി ബാക്കി കാര്യങ്ങൾ സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് നല്ലൊരു നോളജ് ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് ഒരു റെഗുലർ ആയിട്ട് പോകുന്ന പോലെ തന്നെ എല്ലാ സബ്ജക്റ്റും ആയിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ സ്റ്റുഡന്റ് പോർട്ടൽ ത്രൂ കുട്ടികൾക്ക് മനസ്സിലാക്കി എല്ലാം ക്ലിയർ ആയി ചെയ്യാൻ പറ്റും. അതിലൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. അതായത് അതില് നമുക്ക് അധികവും വർക്ക് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ വേറെ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ ബുക്ക് റെഫറൻസ് ഡീപ്പായിട്ട് റെഫർ ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ ഷോർട്ട് നോട്ട്, ലെക്ചർ നോട്ട്സ് ഒക്കെ പോർട്ടലിലുണ്ട്. അവർക്ക് റിപ്പീറ്റഡ്ലി അത് വായിക്കാനും എക്സാമിന്റെ സമയത്തൊക്കെ ഒരു വൺ ടൈം ആയിട്ട് നോക്കാറൊക്കെ ഈസിയാണ് MS-ല്. അതല്ല, പിന്നെ നമുക്ക് എപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല ടൈം കുറവായിരിക്കും. അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് പോർട്ടലില്. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് അവര് പറയുന്നത്, സ്റ്റുഡൻസ് പറയാറുണ്ട്. അതിന്റെ കാര്യമാണെങ്കിൽ സ്റ്റുഡൻസിന് പിന്നെ അവർക്ക് നെറ്റ്വർക്ക് ഉള്ള ഒരു ഏരിയയിൽ പോയിട്ട് എവിടെയാണെങ്കിലും വീട്ടിൽ കൺവീനിയന്റ് ആയ പ്ലേസിൽ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓൺലൈൻ കോഴ്സുകളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും വരുന്നത്. അതിൽ നമുക്ക് എന്താ അറിയോ, നമുക്ക് കഴിഞ്ഞ ബാച്ചിലൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഈ MS യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളിൽ ഉണ്ടായിരുന്നത്. അതിനൊരു കാരണം എന്താ വെച്ചാൽ അവർക്ക് 25 മാർക്കിന് അസൈൻമെന്റ് ആണ് വരുന്നത്. ഈ അസൈൻമെന്റ് ജസ്റ്റ് അവർക്ക് എഴുതി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. അത് ജസ്റ്റ് അവർക്ക് എന്ത് ചെയ്താൽ മതി, പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അത് എക്സാമിനാണ് മേഡം. എക്സാമിൽ നമുക്ക് 75 മാർക്ക് എക്സാം വരുന്നതില് പകുതി ക്വസ്റ്റ്യൻ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരിക. ജസ്റ്റ് ടിക്കറ്റ് കൊടുത്ത് പോയാൽ മതി. അതിൽ തന്നെ 4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് കറക്റ്റ് ചെയ്ത ആൻസർ ടിക്കറ്റ് കൊടുത്താൽ പോയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഫോക്കസ് നോട്ടൊക്കെ വായിച്ചൊരു കുട്ടിക്കാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് അതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളെ സ്റ്റുഡന്റ് പോർട്ടലിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ടിക്കറ്റ് കൊടുത്തു പോകുന്ന ക്വസ്റ്റ്യൻസ് മോഡൽ വരുന്നത്, അത് ഓരോ യൂണിറ്റ് ബേസിനും എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ആ മോഡലുകളൊക്കെ അവൈലബിൾ ആണ്. മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ, അതായത് ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് പ്രധാനമായിട്ട് കഴിഞ്ഞ ബാച്ചിലെ എക്സാംസിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളതുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പെസ് ആണെങ്കിലും കൊടുക്കുന്നുണ്ട്. പെസ്സിന് ഇപ്പൊ പറഞ്ഞാൽ 75 ഒരു പകുതി മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു 2-3 ക്വസ്റ്റ്യൻ മാത്രമേ എഴുതി അപ്ലോഡിങ് വരുള്ളൂ. ഈ എഴുതി അപ്ലോഡ് ചെയ്യാൻ തന്നെ അവർക്ക് റെസ്പോൺസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റുഡന്റ് പോർട്ടലിൽ. അപ്പൊ അവർക്ക് ആ പോർട്ടൽ ജസ്റ്റ് ആ ഒരു പേപ്പർ ജസ്റ്റ് പ്രിന്റ് എടുത്തിട്ട് അതിൽ തന്നെ എഴുതി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സ്റ്റുഡന്റ് പോർട്ടൽ ത്രൂ വന്നല്ലേ എക്സാം സ്റ്റുഡന്റ് പോർട്ടൽ ത്രൂ തന്നെയാണ്. അപ്പൊ ഒരു കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ. നമ്മുടെ ലാസ്റ്റ് ബാച്ചിലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു MSc കുട്ടികൾ. അതായത് നമുക്ക് ഈ ഒരു ബാച്ചിൽ ഇതിന് മുന്നത്തെ ബാച്ചുകളിലൊക്കെ ഒരു 75-80 മാർക്കില് ലെവലില് മാർക്ക് വാങ്ങിയ കുട്ടികളാണ് നമുക്ക് കൂടുതലും ഉള്ളത്. സെമിസ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡിസംബർ ജനുവരി ടൈം ആകുമ്പോ, അല്ലാന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ ആ ടൈമിലായിരിക്കും എക്സാം നടക്കുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു പ്ലേസില് എന്താന്ന് വെച്ചാല് അവർ അഡ്മിഷൻ എടുക്കുമ്പോ തന്നെ അവർക്ക് 2 ടൈം അഡ്മിഷന്റെ സമയമുണ്ട്. അതായത് 2 ബാച്ചസ് ഓപ്പൺ ആണ്, അക്കാദമിക്കും കലണ്ടറും. അപ്പൊ ഇതില് നമുക്ക് ഒരു എക്സാം എന്ന് പറയുമ്പോ ഇപ്പൊ അക്കാദമിക് എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഡിസംബർ ജനുവരി 1st ജൂൺ ജൂലൈയിൽ 2nd എഴുതി 1 ഇയർ കംപ്ലീറ്റ് ആക്കാം. അതേപോലെ തന്നെ റിപ്പീറ്റ് 2nd 3rd ഒക്കെ വരും. അപ്പൊ കലണ്ടർ ആണെങ്കിലും നേരെ തിരിച്ച് നമുക്ക് ജൂണിലെ 1st സെമ്മും ഡിസംബർ ജനുവരി 2nd സെമ്മും എഴുതി കംപ്ലീറ്റ് ആക്കാം. നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു കാര്യമുള്ളത്, അഡ്മിഷൻ പ്രൊസീജിയർ സിമ്പിൾ ആണ്. കാരണം അവർക്ക് ഡോക്യുമെന്റ്സ് കൂടുതലൊന്നും വേണ്ട. അവർ അക്കാദമിക് ഡോക്യുമെന്റ്സ്, പിന്നെ 10th ആധാർ, ഫോട്ടോസ്, ID ആയിട്ട് വേണ്ടത് ഒരു ആധാറും ഫോട്ടോയും മതി. അല്ലാതെ പിന്നെ നമുക്ക് ഇപ്പൊ TC, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറെ ഇപ്പൊ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സുകൾ യൂണിവേഴ്സിറ്റിയില് ഡോക്യുമെന്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലിറ്ററൽ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അഡ്മിഷൻ ചെയ്യാൻ പറ്റും. മാത്രല്ല അഫോർഡബിൾ ഫീസും കൂടാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ഫീസിന്റെ ചെയ്യുന്നത്. കാര്യത്തില് പിന്നെ എന്ന് പറഞ്ഞാല് എക്സാമിന്റെ ഫീയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ സംഭവം. ഓക്കെ, നമ്മള് ഇയർ കോഴ്സ് ഫീയുടെ കൂടെ തന്നെ എക്സാം ഫീയും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരിക. കാരണം എക്സാമിന്റെ ടൈമിൽ സെപ്പറേറ്റ് ഒരു ഫീ അടക്കേണ്ട കാര്യമില്ല. സെം വൈസ് ആയിട്ട് എക്സാം നടന്നാലും പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ഫീയുടെ ആവശ്യമില്ല. കോഴ്സ് ഫീസിൽ തന്നെ അത് ഇൻക്ലൂഡഡ് ആയിട്ട് പോകുന്നുണ്ട്. ചെറിയ ഫീസുമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഫീസ് ആയി തന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ സിംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഓൺലൈൻ യൂസ് ചെയ്യുമ്പോഴേ ഇതൊക്കെ വർക്ക് ചെയ്ത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പോലെ അടച്ചു പോകാനുള്ള ഓപ്ഷൻ നമുക്ക് സിംസ് ത്രൂ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. അപ്പോ എന്തുകൊണ്ടും കുട്ടികൾക്ക് അതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് അവർ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിപ്പോ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മന്ത്സിന്റെ ഉള്ളിലായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അവരുടെ പോർട്ടലിൽ തന്നെ നമുക്ക് ഈ മാർക്ക് ഷീറ്റ് ആയിട്ട് കിട്ടുമല്ലോ. അതായത് ഓരോ റിസൾട്ട് വന്നു കഴിഞ്ഞാല് അവരുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ തന്നെ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് അവർക്ക് പ്രിന്റ് എടുത്തിട്ട്, അതായത് മാർക്ക് ഷീറ്റ് നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സാധാരണ അപ്ലൈ ചെയ്ത് വാങ്ങിക്കുക, കൺസോൾട്ടേറ്റീവ് മാർക്ക് ഷീറ്റ്. പക്ഷെ അതിന് മുൻപ് അവർക്ക് ഒരു ഇയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എക്സാമും കാര്യങ്ങളും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മാർക്ക് ഷീറ്റ് അതാത് സെമ്മിന്റെ ഈ മാർക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് പ്രിന്റ് കളർ വേണമെങ്കിൽ എടുത്ത് വെക്കാം. പക്ഷെ ആ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡ്രസ്സിലേക്ക് തന്നെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കും. അവരുടെ ഫൈനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് പോർട്ടൽ ത്രൂ തന്നെ പേയ്മെന്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റിന്റെ അഡ്രസ്സിലേക്ക് തന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ ഹാർഡ് കോപ്പി കിട്ടുന്ന രൂപത്തിലാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു സ്റ്റുഡന്റിന് ധൈര്യമായിട്ട് ഈസി ആയിട്ട് അഡ്മിഷൻ ചെയ്ത് കോഴ്സ് കൊണ്ടുപോയി എക്സാം കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് കോഴ്സ് ലാസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് MS യൂണിവേഴ്സിറ്റി. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ ചൂസ് ചെയ്ത സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാറുന്ന ലോകത്ത് നിങ്ങളുടെ കരിയറിനെ മാറ്റിമറിക്കാൻ സിംസിലൂടെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. MSc യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കൂ, നിങ്ങളുടെ കരിയർ സെറ്റ്